വിശദമായ വാർത്തകളിലേക്ക്. ഹജ്ജ് തീർത്ഥാടനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടവർ പാസ്പോർട്ട് നേരത്തെ നൽകണമെന്ന തീരുമാനം പിൻവലിക്കണമെന്ന് പ്രവാസികൾ. പാസ്പോർട്ട് നൽകണമെങ്കിൽ മാസങ്ങളോളം ജോലിയിൽ നിന്ന് അവധിയെടുത്ത് നാട്ടിലേക്ക് വരേണ്ടി വരുമെന്നാണ് പ്രവാസികളുടെ ആശങ്ക. പാസ്പോർട്ട് വിവരങ്ങൾ നൽകാൻ ഓൺലൈൻ സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യം. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കാലങ്ങളിൽ വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഹജ്ജിന് പോകാനുള്ള അവസരമുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഇന്ത്യൻ ഹജ്ജ് കോട്ടയിലൂടെയാണ് ഹജ്ജിനുള്ള യാത്ര സാധ്യമാകുന്നത്. ഇതിനായി അപേക്ഷ സമർപ്പിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് അപേക്ഷാ ഫീസും അതോടൊപ്പം തന്നെ പാസ്പോർട്ടും വളരെ നേരത്തെ തന്നെ സമർപ്പിക്കണം എന്നുള്ള ഈ തീരുമാനമാണ് ഇപ്പോൾ പ്രധാനമായും പ്രവാസികൾക്ക് വിലങ്ങുതടിയാകുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 24 മുൻപ് ഇത്തരക്കാർ പാസ്പോർട്ട് അവിടെ സമർപ്പിക്കേണ്ടതുണ്ട്. ഒരു മാസത്തിലധികം പാസ്പോർട്ട് ഹജ്ജ് മന്ത്രാലയത്തിന് കീഴിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റിയിൽ അവിടെ സമർപ്പിച്ച് അവിടെ ഹോൾഡ് ചെയ്യേണ്ടതുണ്ട്. ഇത് പ്രവാസി മലയാളികൾക്ക് വലിയ വിലങ്ങുതടിയായിരിക്കുകയാണ്. നമുക്കറിയാം, പ്രവാസികൾ ഒരു വർഷത്തിൽ ചുരുങ്ങിയ ലീവ് മാത്രമാണ് ഓരോ പ്രവാസിക്കും ലഭിക്കുന്നത്. ആ രീതിയിലാണ് ഇവിടെയുള്ള ജോലി സംവിധാനങ്ങൾ. ഇത്തരത്തിൽ ദീർഘകാലം പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നതോടുകൂടി ഇവരുടെ ജോലിയും വരുമാന മാർഗവുമാണ് ചോദ്യചിഹ്നത്തിലാകുന്നത്. ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെട്ട നിരവധി ആളുകളാണ് ഇപ്പോൾ പ്രവാസി ലോകത്ത് ദുരിതത്തിലായിരിക്കുന്നത്. ഇപ്പോഴത്തെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഏപ്രിൽ 24 എല്ലാ പ്രവാസികളും ഹജ്ജിന് കിട്ടിയ എല്ലാ പ്രവാസികളും ഒറിജിനൽ പാസ്പോർട്ട് സമർപ്പിക്കണം എന്നതാണ് നിയമം വന്നിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് ഷെഡ്യൂൾ അനുസരിച്ച് കേരളത്തിൽ നിന്നുള്ള യാത്ര ആരംഭിക്കുന്നത് മെയ് മാസം 26 ഇത്രയും ദിവസത്തോളം പാസ്പോർട്ട് ഹജ്ജ് മിഷൻ്റെ കയ്യിലായിരിക്കും ഉണ്ടാവുക. ഇത് ഓരോ പ്രവാസിയെ സംബന്ധിച്ച് വളരെ പ്രയാസകരമാണ്. 3 മാസത്തോളം അവർ ജോലിയിൽ നിന്നും മറ്റും മാറി നിൽക്കാൻ നിർബന്ധിതരാവുകയാണ്. ഇതിനൊരു പരിഹാരം കേന്ദ്ര ഹജ്ജ് വകുപ്പും വിദേശകാര്യ മന്ത്രാലയവും ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതോടൊപ്പം ഇത്തരത്തിൽ ഈ വർഷം ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുമുണ്ട്. നമുക്ക് അവരോട് കൂടെ ചോദിച്ചു നോക്കാം അവരുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്. ജോലിയെ കൃത്യമായി ബാധിക്കുമോ? ഈ പോകാൻ സാധിക്കുമോ? ഇത്രയും ലീവ് കിട്ടുമോ? എങ്ങനെയാണ് ഈ അവസ്ഥയിൽ? നമുക്ക് ഏകദേശം 3 മാസത്തോളം പാസ്പോർട്ട് അവിടെ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മളും ജോലിയിൽ നിന്ന് മാറി നിൽക്കുക എന്നത് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരത് അനുവദിക്കാൻ സാധ്യത കുറവാണ്. തത്വത്തിൽ നമ്മൾക്ക് ഈ നറുക്കെടുപ്പിൽ ഈ ഹജ്ജ് കോട്ടയിൽ നമുക്ക് പേര് വന്നിട്ടുണ്ടെങ്കിലും അതിൽ പോകാൻ പറ്റുമോ എന്നത് ആശങ്ക നിലനിൽക്കുകയാണ്. ഓൾറെഡി നമ്മൾ ആദ്യത്തെ ഗഡുവൊക്കെ അടച്ചിട്ടുണ്ട്. പ്രതീക്ഷകളാണ് ഞങ്ങൾക്കുള്ളത്. നമ്മുടെ ആവശ്യങ്ങൾ തീർച്ചയായും ഇതുവരെ അതിൻ്റെ തലങ്ങളിൽ എത്തിയിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എത്തിക്കഴിഞ്ഞാൽ പ്രതീക്ഷകളാണ് ഞങ്ങൾക്കുള്ളത്. അത് പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അല്ലാത്ത പക്ഷം പ്രശ്നം തന്നെയാണ്. ഇതിനൊരു പരിഹാരം എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒരുപാട് ആവശ്യങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിനും പ്രവാസി വകുപ്പിനൊക്കെ കൈമാറിയതാണ്. ഞാൻ ഇവിടുത്തെ ICF-ൻ്റെ സെക്രട്ടറിയാണ് ദുബായ്. പിന്നെ ഇവിടുത്തെ എംബസി വഴി ഏത് രാജ്യമായാലും ഗൾഫ് രാജ്യത്തെ അതത് എംബസി വഴി അപേക്ഷാ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ ഈ വിഷയത്തിന് ഏറെക്കുറെ പരിഹാരമുണ്ടാവും. 3 മാസം മുന്നേ പാസ്പോർട്ട് അല്ലെങ്കിൽ 2 മാസം മുന്നേ പാസ്പോർട്ട് നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് നിയമവിരുദ്ധമാണ്. കാരണം ഈ പാസ്പോർട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഈ ഹജ്ജ് നമ്മുടെ ആ ഒരു ക്യാമ്പിൽ വെച്ചിട്ടാണ് ഹജ്ജ് നമുക്കിത് തിരിച്ചു കിട്ടുക. അത്രയും കാലം നേരത്തെ ആക്കുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. അപ്പോൾ ഇവിടുത്തെ അതത് എംബസി വഴി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ ഒരു ഏറെക്കുറെ വിഷയങ്ങൾ പരിഹരിക്കാൻ പറ്റും. തീർച്ചയായും ഏറെ കാലമുള്ള ഒരു ആഗ്രഹമാണ് ഹജ്ജ് കർമ്മങ്ങളിൽ പങ്കെടുക്കുക, ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. ഇത്തരത്തിൽ സാങ്കേതികപരമായ കാരണങ്ങളാൽ ഇത് നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയിലാണ് ഇവിടെയുള്ള ഓരോരുത്തരും. ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ യാത്രാ ഷെഡ്യൂൾ അനുസരിച്ച് പാസ്പോർട്ട് സമർപ്പിക്കാനുള്ള സംവിധാനം പ്രവാസികൾക്കെങ്കിലും ഒരുക്കി നൽകുകയോ ചെയ്യണമെന്നാണ് ഇവർ ഓരോരുത്തരും ആവശ്യപ്പെടുന്നത്. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. ഗൾഫ് ഫുഡിലെ കേരള പവലിയൻ രാജ്യാന്തര ശ്രദ്ധ നേടുന്നു. KSIDCയുമായി കേരളത്തിലെ സംരംഭകരുമായി മേളയ്ക്കെത്തിയത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 12 കമ്പനികളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. തേനും തേയിലയും അരിയും ധാന്യങ്ങളും ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ വലിയ നിരയൊരുക്കിയാണ് കേരളത്തിൽ നിന്നുള്ള സംരംഭകർ ഗൾഫ് ഫുഡ് മേളയ്ക്ക് എത്തിയത്. 12 കമ്പനികളാണ് ഇത്തവണ എത്തിയിട്ടുള്ളത്. കേരളം നേരത്തെയും മേളയുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് വ്യവസായ വികസന കോർപ്പറേഷന്റെ സ്റ്റോൾ ഒരുക്കുന്നത്. കേരളത്തിലെ സംരംഭകർക്ക് രാജ്യാന്തര വിപണി ഒരുക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് KSIDC മാനേജിംഗ് ഡയറക്ടർ ഹരികിഷോർ IAS പറഞ്ഞു. നമ്മൾ 2 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, കേരളം ഒരു ഇൻവെസ്റ്റർ ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിൽ പതുക്കെ ലോകത്തിന് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു വിശാലമായ ലക്ഷ്യമാണ് ഈ പങ്കാളിത്തത്തിന് പുറകിലുള്ളത്. നമ്മൾ ജർമ്മനിയിലുള്ള മെഡിക്ക എന്ന് പറഞ്ഞൊരു എക്സിബിഷനിൽ പങ്കെടുത്തിരുന്നു. ഇവിടെ തന്നെ ഉള്ള അറബ് ഹെൽത്ത് എന്ന് പറഞ്ഞൊരു എക്സിബിഷനിൽ പങ്കെടുത്തു.
ഇത് ഏറ്റവും വലിയ ഫുഡ് എക്സിബിഷനായ ഗൾഫ് ഫുഡിൽ പങ്കെടുത്തു. ഈ 3 എക്സിബിഷനിലും ഒരു ഇൻവെസ്റ്റർ ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിൽ കേരളം പങ്കെടുക്കുകയും അങ്ങനെ ഒരു 3 കൊല്ലം പങ്കെടുക്കുമ്പോഴേക്കും കേരളത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുന്നുള്ളൊരു വിശാലമായൊരു ചിന്താഗതിയാണ് ഇതിൻ്റെ പാർട്ടിസിപ്പേഷന് പുറകെയുള്ളത്. KSIDC ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഗൾഫ് ഫുഡിൽ പ്രത്യേകിച്ച് 12 എക്സിബിറ്റേഴ്സാണ് നമ്മുടെ കൂടെയുള്ളത്. ഇതിൽ കേരളത്തെ ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി പതുക്കെ ഉയർത്തുക എന്നുള്ള ലക്ഷ്യം കൂടാതെ കേരളത്തിൽ നിന്നുള്ള ബിസിനസ്സുകൾക്ക് വലിയൊരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഗൾഫ് ഫുഡിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം. കേരളത്തിൽ നിന്ന് എത്തിയതിൽ സ്റ്റാർട്ടപ്പുകൾ മുതൽ 30-ലേറെ വർഷത്തെ അനുഭവ സമ്പത്തുള്ളവർ വരെയുണ്ട്. ഭക്ഷ്യമേഖലയിലെ ലോകോത്തര കമ്പനികളുമായും വ്യക്തികളുമായും നേരിട്ട് ആശയവിനിമയം നടത്താനും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും സാധിക്കുന്നത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ടെന്ന് സംരംഭകരും പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നിന്ന് ഇങ്ങനെ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി KSIDC ഇതേപോലെ ആക്കി തന്നത് നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു അവസരം തന്നെയാണത്. കാരണം ഇത്രയും ഇൻ്റർനാഷണലി ആളുകളായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാനും അവർക്ക് നമ്മളെ വയനാട് പോലെ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നൊക്കെ വന്നിട്ട് ഇതേപോലെ ആളുകളായിട്ട് ഡീലിങ്സ് നടത്താനൊക്കെ കഴിയുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഞങ്ങൾക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. വരും വർഷങ്ങളിൽ കൂടുതൽ കമ്പനികളെ പരിചയപ്പെടുത്താനാണ് ലക്ഷ്യമെന്ന് അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. ഗൾഫ് ഫുഡ് ഭക്ഷ്യമേളയിൽ ശ്രദ്ധേയമായി ഓർക്ല ഇന്ത്യ പവലിയൻ. നിരവധി ആളുകളാണ് പവലിയൻ സന്ദർശിക്കാൻ എത്തുന്നത്. പ്രമുഖ ബ്രാൻഡായ ഈസ്റ്റേൺ, MTR എന്നിവ ഉൾപ്പെടുത്തിയ ഓർക്ല IEM എന്ന സംരംഭവും ദുബായിൽ പ്രവർത്തനം ആരംഭിച്ചു. പശ്ചിമേഷ്യൻ മേഖലയിൽ വിപണി വിപുലീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാപനം മേളയിൽ സജീവ സാന്നിധ്യമായി രംഗത്തുള്ളത്. നിരവധി സന്ദർശകരാണ് ഉൽപ്പന്നങ്ങളെക്കുറിച്ചറിയാൻ പവലിയനിൽ എത്തുന്നത്. UAE സ്വദേശികൾ തങ്ങളുടെ ബ്രാൻഡ് പോലെ ഈസ്റ്റേണെയും സ്വീകരിച്ചു കഴിഞ്ഞുവെന്നും കബ്സ, ബാർബിക്യൂ, ഷവർമ തുടങ്ങിയവയ്ക്കുള്ള മസാലകൾക്ക് വൻ വരവേൽപ്പാണ് ലഭിച്ചിരിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. 32 അറബിക് മസാലകളാണ് ഈസ്റ്റേൺ പുറത്തിറക്കിയിട്ടുള്ളത്. മേഖലയിലെ 20,000 കടകളിൽ ഓർക്കില ഉൽപ്പന്നങ്ങൾ ലഭിക്കുമെന്ന് ഓർക്കില ഇന്ത്യ ഇന്റർനാഷണൽ ബിസിനസ് CEO അശ്വിൻ സുബ്രഹ്മണ്യം പറഞ്ഞു. Orkla India is especially proud to announce the launch of our wholly owned subsidiary, Orkla IMEA. And Orkla IMEA is kind of coming together of 2 powerhouse brands for us here in the Middle East. Eastern, which is really the most largest part of our portfolio here, along with the MTR brand. So both brands very strong with the ethnic Indian community. And we are really confident about the growth prospects here in the Middle East. You know, the Middle East is 70% of Orkla India's international business. So the launch of Orkla IMEA is a symbol of our confidence, commitment and excitement for growth in the Middle East. So we're very, very thrilled to be here. ഈസ്റ്റേണും MTRും ഏറ്റെടുത്ത ഓർക്കല ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിലെ ബിസിനസ് വ്യാപനത്തിനായി IMEA കമ്പനിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ദുബായ് ആയിരിക്കും ആസ്ഥാനം. ബിസിനസ് വിപുലീകരണം ലക്ഷ്യമിട്ട് നിരവധി നൂതന ഉൽപ്പന്നങ്ങൾ വരും ദിവസങ്ങളിൽ വിപണിയിൽ ഇറക്കാനുള്ള തീരുമാനത്തിലാണ് സ്ഥാപനം. 24 ദുബായ്. കുവൈറ്റിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ വാഹനം ഇടിച്ച് മലയാളി നഴ്സ് മരിച്ചു. കണ്ണൂർ ഇരിട്ടി സ്വദേശി കച്ചേരിക്കടവ് ചക്കാനിക്കുന്നിൽ ദീപ്തി ജോമേഷാണ് മരിച്ചത്. 33 വയസ്സായിരുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തുമെന്ന് സബ് കളക്ടർ ഉറപ്പ് നൽകിയതായി വിദ്യാർത്ഥി പ്രതിനിധികൾ. കൂടിയാലോചനയ്ക്ക് ശേഷം സമരം അവസാനിപ്പിക്കുന്നതിൽ തീരുമാനമെടുക്കും. ഇന്റേണൽ മാർക്കുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിനെതിരെ സമരം ചെയ്യുന്നത്. രാഹുൽ വിജയൻ നൽകും വിവരങ്ങൾ. ഇടുക്കിയിൽ നിന്നും രാഹുൽ, സമരം അവസാനിപ്പിക്കാനുള്ളൊരു തീരുമാനത്തിലേക്കാണോ കടക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? അരുണി, ഏറെക്കുറെ സമരം അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല തരത്തിലുള്ള ചർച്ചകൾ ഈ 7-8 മണിക്കൂറിനിടയിൽ നടന്നിരുന്നു. പക്ഷെ അതൊന്നും ഒരു ഫലപ്രാപ്തിയിലേക്കോ അല്ലെങ്കിൽ ഒരു അനുനയത്തിലേക്കോ എത്തിയിരുന്നില്ല. എന്തായാലും അവസാനം സബ് കളക്ടർ എത്തി നേരിട്ട് വിദ്യാർത്ഥി പ്രതിനിധികളുമായി ചർച്ച നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ കോളേജിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്താമെന്ന് സബ് കളക്ടർ ഉറപ്പ് നൽകിയെന്ന് വിദ്യാർത്ഥി പ്രതിനിധികൾ പറഞ്ഞിട്ടുണ്ട്. ഈ അറിയിപ്പ് വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്തതിനു ശേഷം സമരം അവസാനിപ്പിക്കുന്നതിനെ പറ്റി ആലോചിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉടൻ തന്നെ അതിനൊരു തീരുമാനമാകും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സബ് കളക്ടറെ ഈ വിദ്യാർത്ഥി പ്രതിനിധികൾ കൂടിയാലോചനയ്ക്ക് ശേഷമുള്ള വിവരം അറിയിക്കുകയാണ്. ഈ പ്രിൻസിപ്പാളിനെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യം അവർ ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം എത്തുമ്പോൾ അതിലൊരു ശാശ്വതമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകും. പ്രിൻസിപ്പാൾ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ നടപടി എടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ.
ശ്രീ രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകുന്നത്. തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തുമെന്ന് സബ് കളക്ടർ ഉറപ്പ് നൽകിയതായി വിദ്യാർത്ഥികൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. സമരം അവസാനിപ്പിക്കുന്നതിൽ വൈകാതെ തന്നെ തീരുമാനമുണ്ടാകും. മറ്റു വാർത്തയിലേക്ക്. വന്യജീവി ആക്രമണത്തിൽ 2 ജീവൻ പൊലിഞ്ഞ വയനാട്ടിൽ മന്ത്രിതല സംഘം എത്തിയത് വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. ബേലൂർ മഖ്നിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിൽ മന്ത്രിമാർക്ക് നേരെ രോഷപ്രകടനം. വോട്ടിന് വേണ്ടി മാത്രം വന്നിട്ട് കാര്യമുണ്ട് എന്ന് അജീഷിന്റെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ ചോദിച്ചു. മന്ത്രിസംഘത്തിന് നേരെ UDF പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തി. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാരോപിച്ച് വയനാട് കളക്ടറേറ്റിന് മുന്നിൽ UDFന്റെ രാപ്പകൽ സമരം തുടരുകയാണ്. ദിവസങ്ങളുടെ മാത്രം ഇടവേളയിൽ വയനാട്ടിൽ കാട്ടാനയാക്രമണത്തിൽ പൊലിഞ്ഞത് 2 ജീവൻ. എന്നിട്ടും ജില്ലയുടെ ചുമതലയുള്ള വനമന്ത്രി പോലും നേരിട്ടെത്താത്തതിൽ വലിയ വിമർശനം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അതിനിടെയാണ് മന്ത്രിമാരായ AK ശശീന്ദ്രൻ, K രാജൻ, MB രാജേഷ് എന്നിവർ വന്യജീവി ആക്രമണത്തിന്റെ ഇരകളുടെ വീട് സന്ദർശിക്കാൻ തീരുമാനിച്ചത്. ബേലൂർ മഖ്നിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിലെത്തിയപ്പോൾ മന്ത്രിമാർക്ക് നേരിടേണ്ടി വന്നത് അതിവൈകാരികമായ പ്രതികരണം. മനുഷ്യർക്ക് ആർക്കാ വില ഇവിടെ പാക്കത്ത് കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെയും മൂടക്കൊല്ലിയിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെയും വീടുകൾ മന്ത്രിമാർ സന്ദർശിച്ചു. മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പെരുന്നേടം, മലബാർ മദ്രാസനാധിപൻ മാർ സ്റ്റെഫാനോസ് ഗീവർഗീസ് മെത്രാപ്പൊലീത്ത എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. മന്ത്രിമാർക്ക് നേരെ യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. വന്യജീവി സംഘർഷം അവസാനിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഫലപ്രദമായി ഇടപെടുന്നില്ലെന്നാരോപിച്ച് UDFന്റെ രാപ്പകൽ സമരം വയനാട് കളക്ടറേറ്റിന് മുന്നിൽ തുടരുകയാണ്. K മുരളീധരൻ MP സമരം ഉദ്ഘാടനം ചെയ്തത്. കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. അതിനിടെ അജീഷിന്റെ കുടുംബത്തിന് കർണാടക സർക്കാർ 15 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചതിനെ BJP കർണാടക ഘടകം എതിർത്തു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ സഹായിക്കാൻ സിദ്ധരാമയ്യ സർക്കാർ നികുതി പണം ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് വിമർശനം. 24 വയനാട്. വയനാട്ടിലെ വന്യമൃഗശല്യം പരിഹരിക്കാൻ ജനകീയ പങ്കാളിത്തത്തോടെയുള്ള പദ്ധതികൾക്ക് രൂപം നൽകി സർവകക്ഷി യോഗം. 3 മന്ത്രിമാരുടെ സംഘമാണ് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായി വയനാട്ടിലെത്തിയത്. സർവകക്ഷി യോഗത്തിൽ നിന്ന് പ്രതിപക്ഷ ജനപ്രതിനിധികൾ ഇറങ്ങിപ്പോയി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് നാളെ വയനാട് സന്ദർശിക്കും. മന്ത്രിമാരായ K രാജൻ, MB രാജേഷ്, AK ശശീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സർവകക്ഷി യോഗം. വന്യജീവി ശല്യം നിരീക്ഷിക്കാൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ജനകീയ സമിതിക്ക് രൂപം നൽകും. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ കമാൻഡ് കൺട്രോൾ സെന്റർ തുടങ്ങും. വനവൽക്കരണം, അധിനിവേശ സസ്യനിർമ്മാർജ്ജനം എന്നിവ വേഗത്തിൽ നടപ്പാക്കും. ഇവയുൾപ്പെടെ 27 ഇന മാർഗനിർദ്ദേശങ്ങൾ സർവകക്ഷി യോഗം അംഗീകരിച്ചു. 2 RRTകളും ഇവിടെ സ്ഥിര സംവിധാനങ്ങളായി മാറണം എന്ന് നിശ്ചയിച്ചു. നോഡൽ ഓഫീസറെ ഇപ്പോൾ നിയമിച്ചു. നോഡൽ ഓഫീസർക്ക് കുറെ കൂടി സ്വതന്ത്ര അധികാരവും ഓഫീസും വേണം എന്ന ഒരു പ്രശ്നം ഇന്ന് യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടു. അത് അനുഭാവപൂർണ്ണം പരിഗണിക്കും എന്ന് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി നിശ്ചയിച്ചിട്ടുണ്ട്. വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന് മന്ത്രി MB രാജേഷ്. ഒരു തരത്തിലും ഇതിനെ ദുർബലപ്പെടുത്തുന്ന നടപടികൾ ഉണ്ടാവരുത് എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റവസരങ്ങൾ ഉപയോഗപ്പെടുത്താം. ഇത് അതിനുപയോഗിക്കേണ്ട ഒരു അവസരമല്ല. ക്രൈസിസിന്റെ ഒരു സമയത്ത് നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. പുൽപ്പള്ളിയിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കണമെന്ന് CPI ആവശ്യപ്പെട്ടു. സർവകക്ഷി യോഗം UDF ബഹിഷ്കരിച്ചു. MLA മാരായ T സിദ്ദീഖ്, IC ബാലകൃഷ്ണൻ എന്നിവർക്കൊപ്പം UDFന്റെ ത്രിതല പഞ്ചായത്ത് അധ്യക്ഷന്മാരും യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ ജില്ലയിലെ ചാർജുള്ള മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം ജില്ലയിൽ വരാതെ ഒരു യോഗം വിളിക്കാതെ ഇന്ന് 2 മന്ത്രിമാരുടെ എസ്കോർട്ടോട് കൂടിയാണ് വനവകുപ്പ് മന്ത്രി ജില്ലയിലെത്തിയിട്ടുള്ളത്. വയനാടിൻ്റെ സാമൂഹ്യ ജീവിതം വരെ തകർന്നു. സമ്പൂർണ്ണ അരക്ഷിതാവസ്ഥ. ഒരു വീട്ടിലേക്കും തിരിഞ്ഞു നോക്കാത്ത മന്ത്രിയാണ് കേരളത്തിൻ്റെ വനമന്ത്രി. ആ മന്ത്രിയെ ഇരുത്തി ചർച്ച ചെയ്യാൻ സാധിക്കുമോ? കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവിന്റെ നേതൃത്വത്തിലുള്ള സംഘം നാളെ വയനാട് സന്ദർശിക്കും. വന്യമൃഗശല്യം ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. മനുഷ്യജീവൻ സംരക്ഷിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 24 വയനാട്. വയനാട് മാനന്തവാടിയിൽ ഇറങ്ങിയ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഖ്ന ഇന്ന് പുലർച്ചെ വീണ്ടും ജനവാസ മേഖലയിലെത്തി. മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ മരക്കടവിലാണ് ആനയെത്തിയത്. വനം വകുപ്പിന്റെ പെട്രോളിംഗ് സംഘം ആനയെ നാഗർഹോള വനമേഖലയിലെ മച്ചൂർ ഭാഗത്തേക്ക് തിരിച്ചു കയറ്റി. ആന നിലവിൽ ഹൊസൂർ ഹടിയിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ വനത്തിലാണ് ഉള്ളത്.
ഇന്നലെ നാഗർഹോള വനമേഖലയിലായിരുന്ന ആന പുലർച്ചെ 4 മണിയോടെയാണ് കേരള കർണാടക അതിർത്തി പ്രദേശമായ മരക്കടവിലെത്തിയത്. ആനയുടെ സിഗ്നൽ ലഭിച്ചുടൻ മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രദേശത്ത് വനം വകുപ്പിന്റെ RRT സംഘം നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. പുലർച്ചെയോടെ കബനി നദി നീന്തിക്കടന്ന ആന മരക്കടവിലെ തോട്ടം മേഖലയിലേക്ക് പ്രവേശിക്കാനൊരുങ്ങിയെങ്കിലും ഫെൻസിംഗ് തടസ്സമായി. വനം വകുപ്പ് സംഘം ജനവാസ മേഖലയിലേക്ക് കടത്താതെ ആനയെ ബെല്ലൂർകൂപ്പ മച്ചൂർ ഭാഗത്തേക്ക് തുരത്തുകയായിരുന്നു. ആളുകൾ രാവിലെ മുതൽ വളരെ ഭയചകിതരായിട്ടാണ് ഇരുന്നത്. എങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പോലീസിൻ്റെയും ആളുകളുടെ സമയോചിതമായ പ്രവർത്തനങ്ങൾ കൊണ്ട് വളരെ ജനനിബിഡമായ ഈ പ്രദേശത്ത് ആന കടക്കാതെ സംരക്ഷിക്കാൻ കഴിഞ്ഞു. അവസാനം ലഭിച്ച റേഡിയോ കോളർ സിഗ്നൽ പ്രകാരം ബേലൂർ മഗ്ന മച്ചൂർ ഭാഗത്താണുള്ളത്. ആന നടന്നുപോയ കബനി തീരത്ത് കാൽപ്പാടുകൾ ദൃശ്യമാണ്. ഇതാണ് അവരുടെ ഒരു സ്ഥിരം പോയിൻ്റോ. കയറി നേരെ വയലിലെത്തും. അവിടെ ഞങ്ങളിവിടെ രാത്രി കാവൽ കൊടുക്കും. കൃഷിയുള്ളപ്പോൾ ഇക്കൊല്ലം കുറേ ആന കാരണം ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. പുഞ്ച കൃഷി കുറച്ച് മേലെ ഭാഗത്തേ ഉള്ളൂ. അങ്ങനെ എപ്പോഴത്തെ സ്ഥിതി. ആന വീണ്ടും ജനവാസ മേഖലയിൽ എത്തുമെന്നാണ് വനം വകുപ്പിന്റെ കണക്കുകൂട്ടൽ. വെറ്റിനറി സർജൻ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 24 വയനാട്. തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജിലെ വിദ്യാർത്ഥി സമരം അവസാനിപ്പിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തുമെന്ന് സബ് കളക്ടർ ഉറപ്പു നൽകിയതായി വിദ്യാർത്ഥികൾ അറിയിച്ചു. രാഹുൽ വിജയനുണ്ട് ഇടുക്കിയിൽ നിന്നും. രാഹുൽ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അരുണ്യ, 9 മണിക്കൂറോളം നീണ്ടുനിന്ന ആത്മഹത്യാ ഭീഷണി മുഴക്കിയുള്ള വിദ്യാർത്ഥികളുടെ പ്രതിഷേധ സമരമാണ് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇടുക്കി സബ് കളക്ടറുമായി നടത്തിയ ചർച്ചയിന്മേൽ ലഭിച്ച ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോളേജിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ എല്ലാ കാര്യങ്ങളും കേൾക്കാൻ സർക്കാർ തലത്തിൽ നിന്ന് ഒരാളെത്തും എന്നുള്ളൊരു ഉറപ്പ് വിദ്യാർത്ഥികൾക്ക് കൊടുത്തിട്ടുണ്ട്. അതവർ മുഖവിലേക്ക് എടുത്തതിന് ശേഷമാണ് സമരം പിൻവലിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പ്രിൻസിപ്പാളിനെതിരെ നടപടി വേണം. അതിന് അഡ്മിനിസ്ട്രേറ്റർ എത്തുന്നതോടുകൂടി ഒരു ഫലമുണ്ടാകും, അല്ലെങ്കിൽ നടപടി എടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികളുള്ളത്. ഈ മാർക്ക് ദാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് 9 മണിക്കൂറോളം ഈ കോളേജിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കിക്കൊണ്ട് ഒരു സമരം വിദ്യാർത്ഥികൾ നടത്തിയത്. എന്തായാലും വലിയ വാർത്താ പ്രാധാന്യം വിഷയത്തിലുണ്ടായിരുന്നു. മന്ത്രി ആർ ബിന്ദു ഉൾപ്പെടെ ഇതിൽ ഇടപെടുകയും ചെയ്തതാണ്. പലതരത്തിലുള്ള സമവായ ചർച്ചകൾ ഇതിനിടയിൽ നടന്നു. 3 ചർച്ചകൾ പരാജയപ്പെട്ട് 4ാമത്തെ ചർച്ചയിലാണ് ഈ തീരുമാനത്തിലേക്ക് എന്തായാലും വിദ്യാർത്ഥികൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നിലവിൽ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ എല്ലാവരും കോളേജ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. ശരി, തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജിലെ വിദ്യാർത്ഥി സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. മാർക്ക് ദാനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശ്നങ്ങളാണ് സമരത്തിലേക്ക് എത്തിയത്. കോളേജിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തുമെന്ന് വിദ്യാർത്ഥികൾക്ക് സബ് കളക്ടർ ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊടുങ്ങല്ലൂരിൽ CPIയിൽ കൂട്ടരാജി. ഒരു വിഭാഗം നേതാക്കൾ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും 2 പേർ നഗരസഭാ കൗൺസിലർ സ്ഥാനത്ത് നിന്നും രാജി പ്രഖ്യാപിച്ചു. മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ട സംസ്ഥാന കമ്മിറ്റി തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം. ഇതോടെ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ LDF ഭരണം പ്രതിസന്ധിയിലായി. 2019 മുതൽ CPIയിൽ നിലനിൽക്കുന്ന വിഭാഗീയതയുടെ ഏറ്റവും രൂക്ഷമായ സാഹചര്യമാണ് കൊടുങ്ങല്ലൂരിലേത്. ചേരിതിരിഞ്ഞ് നേതാക്കൾ ഏറ്റുമുട്ടിയതോടെയാണ് കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിടാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. തുടർന്ന് അഡ്ഹോക് കമ്മിറ്റിയെ നിയോഗിച്ചു. പിന്നാലെ കൂട്ടരാജി. 2 നഗരസഭാ കൗൺസിലർമാർ ഉൾപ്പെടെ 20ഓളം പ്രാദേശിക നേതാക്കളാണ് പാർട്ടി ജില്ലാ നേതൃത്വത്തിന് രാജിക്കത്ത് നൽകിയത്. കൗൺസിലർ സ്ഥാനം രാജിവെക്കുന്നുവെന്ന് ബിമൽ, രവീന്ദ്രൻ നടുമുറി എന്നിവർ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. 44 അംഗ നഗരസഭയിൽ LDFന് 22ഉം BJPക്ക് 21 അംഗങ്ങളുമാണുള്ളത്. കോൺഗ്രസിന് 1 അംഗം മാത്രം. ചെയർപേഴ്സൺ സ്ഥാനം പട്ടികജാതി വനിതാ സംവരണമാണ്. BJPക്ക് പട്ടികജാതി വനിതാ കൗൺസിലർ ഇല്ലാത്തതിനാൽ തൽക്കാലം ഭരണമാറ്റമുണ്ടാകില്ല. അതേസമയം ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ തിരിച്ചടിയാകുമെന്ന ആശങ്ക LDFനുണ്ട്. കഴിഞ്ഞ ദിവസം ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയിലും കൂട്ടരാജിയുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജില്ലയിലെ CPIയിൽ വിഭാഗീയത ശക്തമായത് LDF നേതൃത്വവും ഗൗരവത്തോടെയാണ് കാണുന്നത്. 24 തൃശൂർ. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത തിരിച്ചടി. BJP സ്ഥാനാർത്ഥി ജയിച്ചെന്ന വരണാധികാരിയുടെ ഫലപ്രഖ്യാപനം സുപ്രീംകോടതി റദ്ദാക്കി. വീണ്ടും വോട്ടെണ്ണിയ ശേഷം ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി വിജയിയായി പ്രഖ്യാപിച്ചു. ബാലറ്റിൽ കൃത്രിമം കാണിച്ച വരണാധികാരി അനിൽ മസിഹയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. സുപ്രീംകോടതി ജനാധിപത്യത്തെ രക്ഷിച്ചെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചു. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ വരണാധികാരി ഗുരുതരമായ ചട്ടലംഘനം നടത്തിയതായി സുപ്രീംകോടതി നിരീക്ഷിച്ചു.
ആം ആദ്മി കോൺഗ്രസ് സഖ്യത്തിന് അനുകൂലമായ 8 ബാലറ്റ് പേപ്പറുകൾ അസാധുവാക്കാൻ വരണാധികാരി ബോധപൂർവം ശ്രമിച്ചുവെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ബാലറ്റ് പേപ്പറുകളിൽ വരണാധികാരി അടയാളം രേഖപ്പെടുത്തുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കോടതിയിൽ നടത്തിയ തെറ്റായ പ്രസ്താവനയുടെ ഉത്തരവാദിത്വം വരണാധികാരി ഏറ്റെടുക്കണമെന്നും ചീഫ് ജസ്റ്റിസ്. അസാധുവാക്കിയ 8 വോട്ടുകൾ കൂടി പരിഗണിച്ചാണ് ആം ആദ്മി സ്ഥാനാർത്ഥി കുൽദീപ് കുമാർ മേയർ സ്ഥാനത്തേക്ക് വിജയിച്ചതായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. ചട്ടലംഘനത്തിന്റെ പേരിൽ വരണാധികാരിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ബാലറ്റ് പേപ്പറുകളും ദൃശ്യങ്ങളും പരിശോധിച്ചാണ് ഹർജിയിൽ സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ജനാധിപത്യം സംരക്ഷിച്ച സുപ്രീം കോടതിക്ക് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നന്ദി പറഞ്ഞു. हम सुप्रीम कोर्ट का बहुत बहुत शुक्रिया अदा करते हैं. ऐसे में सुप्रीम कोर्ट का ये जो फैसला है ये बहुत मायने रखता है जनतंत्र के लिए और जनतंत्र को बचाने के लिए ये सुप्रीम कोर्ट का फैसला बहुत अहम है. ജനുവരി 30-നാണ് ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ് നടന്നതും BJPയുടെ മനോജ് സോങ്കറിനെ ഭരണാധികാരി അനിൽ മസിഹി മേയറായി പ്രഖ്യാപിച്ചതും. 24 ഡൽഹി. തിരുവനന്തപുരം പാലോട് ഇളവട്ടത്ത് കരടിയിറങ്ങി. രാത്രിയിൽ പുറത്തിറങ്ങരുതെന്ന് പ്രദേശവാസികൾക്ക് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പ്രദേശത്ത് CCTV ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം ആരംഭിച്ചു. 11 മണിയായപ്പോൾ ഞാൻ എൻ്റെ പട്ടിയെ അയച്ചുകൊണ്ട് വിളയിലോട്ട് പോയ സമയത്ത് പട്ടി ഈ മണം പിടിച്ച ഇത് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോഴത്തേക്കും അവിടെ ഒരു വിറവ് കിടന്നു. അപ്പോൾ ഈ പട്ടിയും കൊണ്ട് ഞാൻ തിരിച്ച് കൂട്ടിക്കൊണ്ടിട്ടിട്ട് ഈ വിറവ് എടുക്കാൻ ചെന്നപ്പോഴത്തേനും ഇവ അയച്ചതിൻ്റെ മുമ്പ് ഞാൻ അങ്ങനെ നിന്നു. ആ സമയത്താണ് ഞാൻ ഓട്ടിച്ച് തൊട്ട് താഴെയുള്ള ഷിബു എന്ന് പറഞ്ഞ ആളും അവനെ കൂടെ വിളിച്ച്. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.